ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചയിൽ സന്ദേശവുമായി നിങ്ങളെ വീണ്ടും കാണുവാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒട്ടും ആമുഖങ്ങളില്ലാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ വചനം പറയട്ടെ. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ ആഴ്ചയിലെ സന്ദേശമായി നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദൂത് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ചില ദൂതുകൾ നിങ്ങളോട് അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ, ദൈവത്തിൽ നിന്നും ഏറ്റെടുക്കുവാൻ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ വേദഭാഗത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കതിൻ്റെ പശ്ചാത്തലം അറിയാം. ഒരു കാര്യമാണ് ഞാനിവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുവിനോടുകൂടെ വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശുവിനോടുകൂടെ വലിയൊരു പുരുഷാരം. ഈ വലിയ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ് ഈ കുരുടന്മാർ യേശുവിനോട് പ്രതികരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. യേശു കടന്നു പോകുമ്പോൾ ഈ കുരുടന്മാർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പുരുഷാരം, വലിയൊരു പുരുഷാരം യേശുവിനോടുകൂടെ കടന്നു പോകുമ്പോൾ യേശുവാണെന്ന് മനസ്സിലായി കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് നിലവിളിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കൂടെ ഉണ്ടായിരുന്ന പുരുഷാരം മിണ്ടാതിരിപ്പാൻ അവരെ ശാസിച്ചു. 31. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചു. ഹല്ലേലൂയ. യേശുവിനോടുകൂടെ വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു യെരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ വഴിയരികെ ഇരുന്ന ഈ കുരുടന്മാർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് നിലവിളിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന പുരുഷാരം മിണ്ടാതിരിപ്പാൻ അവരെ ശാസിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൽ നിന്നും പ്രാപിക്കുവാനുള്ള ഒരു വഴി ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പലരും മിണ്ടാതിരിക്കുവാൻ നമ്മളെ ശാസിക്കും. പലരും ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാനായിട്ട് തടസ്സമായി കടന്നു വന്നാൽ നമ്മുടെ നിലവിളി പലർക്കും അലോസരമായി തോന്നാം. നമ്മുടെ കരച്ചിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കാം. പലരും നമ്മോട് പറയാം, മിണ്ടാതിരിപ്പീൻ എന്ന് നമ്മളെ ശാസിക്കുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ അങ്ങനെ മിണ്ടാതിരിക്കേണ്ടവനല്ല, മിണ്ടാതിരിക്കേണ്ടവളല്ല. നീ ദൈവത്തിൽ നിന്നും പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ നീ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ നിന്നും ചിലത് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മനുഷ്യരുടെ ശാസനയ്ക്ക് മുൻപാകെ നീ പേടിച്ച് ഭയന്നു പോകരുത്. ഹല്ലേലൂയ. നീ ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ നിന്നും എന്തെങ്കിലും വിടുതൽ നീ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൂത് കൈമാറാം. ആ ശാസനയുടെ മുമ്പിൽ നിങ്ങൾ പതറിപ്പോകരുത്. ആ ശാസനയുടെ മുൻപിൽ നിങ്ങൾ പിന്നോട്ട് പോകരുത്. പലരും നമ്മളെ മിണ്ടാതാക്കുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും നാം പ്രാപിക്കാതെ വണ്ണം
നമ്മളെ മിണ്ടാതാക്കുന്ന ചില ശക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നേറുവാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഈ കുടന്മാർ എരിഹോവിലൂടെ യേശു കടന്നു പോകുമ്പോൾ വഴിയരികെ ഇരുന്ന ഈ കുടന്മാർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ മിണ്ടാതിരിപ്പാൻ അവരെ ശാസിച്ചു. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് ഇങ്ങനെയുള്ള പുരുഷാരം നിമിത്തമാണ്. ഹല്ലേലൂയ. അവർ യേശുവിനോട് കൂടെ തന്നെയാണ്. ഈ യേശുവിനോട് കൂടെയുള്ളവർ നിമിത്തം പലപ്പോഴും നമുക്ക് പലതും പ്രാപിപ്പാനായിട്ട് കഴിയുന്നില്ല. കാരണം അവർ നമ്മളെ ശാസിക്കുകയാണ്. സ്തോത്രം. നാം കരയുമ്പോൾ, നാം നിലവിളിക്കുമ്പോൾ, ഉച്ചത്തിലൊന്ന് ആർക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ഒന്ന് ആരാധിക്കുമ്പോൾ, ശബ്ദമുയർത്തി ആരാധിക്കുമ്പോൾ പലരും തടസ്സമായി നിൽക്കുന്നവരുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ഒരുപക്ഷെ നമ്മളെ ശാസിക്കാം, മിണ്ടാതിരിപ്പാൻ കൽപ്പിക്കാം. പക്ഷേ ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവത്തെ ആത്മാവ് വിളിച്ചു പറയാം, ആ ശാസനയുടെ മുൻപിൽ നിങ്ങൾ പതറിപ്പോകരുത്, ഭയന്നു പോകരുത്. അങ്ങനെ ഭയപ്പെടുകയാണെങ്കിൽ ദൈവത്തിൽ നിന്നും നിങ്ങൾക്കൊന്നും പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കുഴന്മാർ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പുരുഷാരം ശാസിച്ചപ്പോൾ, മിണ്ടാതിരിക്കുവാൻ ശാസിച്ചപ്പോൾ ഈ കുരുടന്മാർ ചെയ്തത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും, അവർ ചെയ്തത് 31-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്: മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് അധികം നിലവിളിച്ചു. ശാസന കേൾക്കുമ്പോൾ പേടിച്ച് ഓടേണ്ടവരല്ല. നിന്റെ നിലവിളി അധികമായി മാറട്ടെ, നിന്റെ യാചന അധികമായി മാറട്ടെ. നിന്റെ പ്രാർത്ഥന ഒന്നും കൂടെ ശക്തിപ്പെടുത്തുക, നിന്റെ യാചന ഒന്നും കൂടെ ശക്തിപ്പെടുത്തുക. മറ്റുള്ളവർ നിന്നെ ശാസിക്കുമ്പോൾ, മിണ്ടാതിരിപ്പാൻ കൽപ്പിക്കുമ്പോൾ, നിന്നെ ശാസിച്ച് അമർച്ച ചെയ്യുമ്പോൾ, ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഒരു ദൂത് വിളിച്ചു പറയാം. പ്രിയമുള്ളവരെ, നിങ്ങൾ അധികം പ്രാർത്ഥിക്കുക, നിങ്ങൾ അധികം ആരാധിക്കുക, നിങ്ങൾ അധികം ദൈവത്തെ നോക്കി നിലവിളിക്കുക, നിങ്ങൾ അധികം ദൈവത്തോട് യാചിക്കുക. ശാസന വലുതാകുമ്പോൾ, ശാസന പെരുകുമ്പോൾ, ശാസനയുടെ ശക്തി വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ യാചനയുടെ ശക്തിയും വർദ്ധിക്കണം, നിങ്ങളുടെ നിലവിളിയും അധികമായി മാറണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കർത്താവിൽ നിന്നും നിങ്ങൾക്ക് പ്രാപിപ്പാനായിട്ട് കഴിയും. കർത്താവിൽ നിന്നും നിങ്ങൾക്ക് കരുണ ലഭിക്കും. കർത്താവിൽ നിന്നും നിങ്ങൾക്ക് ഒരു വലിയ വിടുതൽ പ്രാപിപ്പാനായിട്ട് കഴിയും. പുരുഷാരത്തിൻ്റെ വാക്ക് കേട്ട് മിണ്ടാതിരിക്കരുത്. പുരുഷാരത്തിൻ്റെ വാക്ക് കേട്ട് നിന്റെ നിലവിളി കുറയ്ക്കരുത്. പുരുഷാരത്തിൻ്റെ ശാസന കേട്ട് നിന്റെ ആരാധന കുറയ്ക്കരുത്. പുരുഷാരത്തിൻ്റെ ശാസന കേട്ട് നിന്റെ പ്രാർത്ഥനയിൽ നീ കുറഞ്ഞു പോകരുത്. പുരുഷാരത്തിൻ്റെ ശാസന കേട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ മാറിപ്പോകരുത്. ഇതെല്ലാം തകർക്കുവാൻ പുരുഷാരം ശ്രമിക്കും. ദൈവത്തോട് അടുത്തു വരാതെ വണ്ണം നിന്നെ തടുക്കുന്ന ശക്തികൾക്ക് മുൻപ് നീ അധികമായി മുന്നേറണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ദൂതറിയിക്കുകയാണ്. അവർ അധികം നിലവിളിച്ചു. മുൻപ് നിലവിളിച്ചതിനേക്കാൾ അധികമായി ഈ കുടന്മാർ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. അവർ അധികം നിലവിളിച്ചു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറാം. അധികം ശാസന കേൾക്കുമ്പോൾ, മിണ്ടാതിരിപ്പാൻ എന്ന് ശാസിക്കുമ്പോൾ, നിന്റെ ആരാധനയ്ക്ക് എതിരായി ശാസനകൾ ഉയരുമ്പോൾ, നിന്റെ പ്രാർത്ഥനയ്ക്ക് എതിരായി പുരുഷാരം നിന്നെ ശാസിക്കുമ്പോൾ, അധികം നിന്നിൽ നിന്നും ഉയർന്നു വരട്ടെ. ഹല്ലേലൂയ. അധികം നിന്നിൽ നിന്നും പുറത്തു വരട്ടെ, അധികം നിന്നിൽ നിന്നും ഉയർന്നു വരട്ടെ. അത് ദൈവത്തിൽ നിന്നും നിനക്കൊരു വിടുതலை കൊണ്ടുവരും. ഹല്ലേലൂയ. അത് നിന്നെ ഉയർച്ചയിലേക്ക് വഴി നടത്തും. അത് നിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഒരു ശക്തിയെ നിനക്ക് പ്രദാനം ചെയ്യും.
ശാസിക്കുന്നവരെ കണ്ട്, ശാസിക്കുന്നവരുടെ ശബ്ദം കേട്ട് നീ പിന്നോട്ട് പോകരുത്. മുന്നോട്ട് തന്നെ, അധികം മുന്നോട്ട് പോകുക. ദൈവത്തിൽ നിന്നും പ്രാപിപ്പാനായിട്ടിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഈ കുരുടന്മാർ അധികം നിലവിളിച്ചു. ദാവീദ് പുത്ര കരുണ തോന്നണമെന്ന് അധികം നിലവിളിച്ചപ്പോൾ 32-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശു നിന്നു അവരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കണ്ടോ, ആ ശാസനയുടെ മുൻപിൽ ഇവർ പതറിപ്പോയെങ്കിൽ, പുരുഷാരത്തിൻ്റെ ശാസനയുടെ മുൻപിൽ ഇവർ തോറ്റുപോയിരുന്നുവെങ്കിൽ, ഇവർ മിണ്ടാതിരുന്നുവെങ്കിൽ അവർക്ക് ആ കരുണ ലഭിക്കുകയില്ലായിരുന്നു, ആ വിടുതൽ ലഭിക്കില്ലായിരുന്നു. പുരുഷാരം അങ്ങനെയാ. യേശുവിനോട് കൂടെ തന്നെയാണ് പുരുഷാരം. പക്ഷേ നിന്നെ ശാസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നിന്റെ ആരാധനയെ, നിന്റെ നിലവിളിയെ, നിന്റെ പ്രാർത്ഥനയെ തടസ്സം ചെയ്യുന്ന, ശാസിക്കുന്ന പുരുഷാരത്തിൻ്റെ ശബ്ദം നീ കേൾക്കരുത്. നീ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക, യേശുവിനോട് അധികം യാചിക്കുക, യേശുവിനോട് അധികം നിലവിളിക്കുക. അങ്ങനെയാണെങ്കിൽ യേശു നിനക്ക് വേണ്ടി നിൽക്കും. നിന്റെ ആഗ്രഹത്തെ കർത്താവ് മാനിക്കും. ഹല്ലേലൂയ. നീ എന്ത് ആഗ്രഹിച്ച് കർത്താവിനോട് നിലവിളിച്ചുവോ, നീ എന്ത് യാചിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചുവോ, അത് നൽകി തരുവാൻ ദൈവം ശക്തനാണ്. പുരുഷാരൻ നിന്നെ ശാസിക്കും. നീ അധികമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുക. ദൈവത്തിൽ നിന്നും നിനക്ക് പ്രാപിപ്പാനായിട്ട് കഴിയും. മനുഷ്യൻ്റെ ശബ്ദമല്ല, കർത്താവിൻ്റെ ശബ്ദത്തിന് മുൻപിൽ കീഴടങ്ങുക. നിനക്ക് വിടുതൽ പ്രാപിപ്പാനായിട്ട് കഴിയും. പുരുഷാരം ശാസിക്കുമ്പോൾ നിന്നിൽ നിന്നും അധികമായത് പുറത്തു വരട്ടെ. നിന്റെ ആരാധന അധികമാകട്ടെ, നിന്റെ പ്രാർത്ഥന അധികമാകട്ടെ, നിന്റെ നിലവിളി അധികമാകട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. മനുഷ്യൻ പ്രസാദിച്ചില്ലെങ്കിലും ദൈവം നിന്നിൽ പ്രസാദിക്കും. യേശു നിന്നിൽ പ്രസാദിക്കും. യേശു നിന്നു അവരെ വിളിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. കേട്ടോ, അധികം നിലവിളിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പുരുഷാരം നമ്മളെ ശാസിക്കുമ്പോൾ നിന്നിൽ നിന്നും അധികമായി പുറത്തു വരട്ടെ. അത് നിലവിളിയായാലും, പ്രാർത്ഥനയായാലും, ആരാധനയായാലും, യാചനയായാലും ഏതുമായിക്കൊള്ളട്ടെ, അത് അധികമായി പുറത്തു വരട്ടെ. ആ പുരുഷാരത്തിൻ്റെ ശാസനയുടെ ശബ്ദത്തേക്കാൾ നിന്റെ ശബ്ദം ഉയർന്നു വരട്ടെ. അത് ദൈവപ്രസാദത്തെ കൊണ്ടുവരും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അധികം നിലവിളിച്ചപ്പോൾ യേശു നിന്നു അവരെ വിളിച്ചു. ആ കുരുടന്മാർ ചെയ്തത്, താവേ പലരും ശാസിച്ചപ്പോൾ, പുരുഷാരം ശാസിച്ചപ്പോൾ അവർ അധികമായി നിലവിളിച്ചു. യേശു നിന്നു അവരെ വിടുവിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല ശാസനകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കർത്താവ്. മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഞങ്ങളുടെ നിലവിളിക്ക് മുമ്പ് ഞങ്ങൾ ശാസിക്കുന്നവർ, ഞങ്ങളുടെ ആരാധനയ്ക്ക് മുമ്പ് ഞങ്ങൾ ശാസിക്കുന്നവർ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞങ്ങൾ ശാസിക്കുന്നവരുടെ ശബ്ദം കേട്ട് പലപ്പോഴും ഞങ്ങൾ മൗനമായി പോകുന്നു കർത്താവേ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അധികമായി നിലവിളിക്കുവാൻ, അധികമായി ആരാധിക്കുവാൻ, അധികമായി പ്രാർത്ഥിക്കുവാൻ, അധികമായി യാചിക്കുവാൻ, അധികമായി അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അധികമായത് ഞങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. ദൈവപ്രസാദം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ നാമം പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.